ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റെയിൻബോ വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയേക്കുന്നതാണ്. മാഹിം എന്ന് പറഞ്ഞ ഒരു പള്ളിയിൽ. അത്ര അടുത്തൊന്നുമല്ല, ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അവിടെ പെരുന്നാളായിരുന്നു, ഞങ്ങൾ അവിടെ പോയി. അങ്ങനെ അന്നേരമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ചെറിയൊരു മെസ്സേജും കൂടെ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വേറൊന്നുമല്ല, ഒരു ചെറിയ ഈവനിങ് റൊട്ടീനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, എല്ലാവരും മോർണിംഗ് റൊട്ടീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് സിമ്പിൾ ഈവനിങ് റൊട്ടീൻ നമുക്ക് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പോയിൻ്റ് എക്സസൈസ്. ഓക്കെ, എക്സസൈസ് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ വിചാരിക്കും, എക്സസൈസും കൊണ്ട് എന്താ ഇത്ര കാര്യം ഇരിക്കുന്നത്, നമ്മൾ ഓരോ പണികളൊക്കെ നല്ല ഹാർഡായിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഈ എക്സസൈസിൻ്റെ കാര്യം എന്താണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തൊക്കെ പണി ചെയ്തു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു 10 മിനിറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോർണിംഗിലാണ് എക്സസൈസ് കൂടുതലായിട്ടും ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ചിലപ്പം പിള്ളേരൊക്കെ ഉണ്ട്, മോർണിംഗ് ഒക്കെ കുറച്ച് ബിസി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മോർണിംഗിൽ ചിലപ്പോൾ എക്സസൈസ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സമയങ്ങളിൽ ആ മോർണിംഗിൽ ചെയ്യേണ്ട എക്സസൈസ് വൈകുന്നേരം ഒരു 10 മിനിറ്റ് എടുത്ത് നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ തന്നെ ഈ എക്സസൈസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ വരെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ തന്നെ. അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. എക്സസൈസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു തരാം കേട്ടോ. കാരണം ഇത് ഒത്തിരി ലെങ്തായി പോകും, പിന്നെ ആരും കാണത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ അടുത്തൊരു കാര്യമാണ് ടീ ടൈം. നമുക്ക് ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പാലും അത് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യം അതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീഡിങ്. ഞാനത് കൂടുതലായിട്ടും ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീഡിങ്ങിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ ഇതുവരെ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് റീഡിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തന്നെ നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നല്ല ഒരു പോയിൻ്റാണ് റീഡിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പം ഞാൻ വായിച്ച ബുക്കിനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് എടുത്ത് കാണണം കേട്ടോ. പിന്നെ നാലാമത്തെ ഒരു കാര്യമാണ് ഗാർഡനിങ്. വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ആയിരിക്കും എല്ലാവരും ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പം രാവിലെ സമയം കിട്ടാത്തവർ എന്ത് ചെയ്യണം? വൈകുന്നേരം ചെയ്യണം. പൂക്കളെയൊക്കെ നോക്കി നിൽക്കാൻ തന്നെ എന്ത് രസമാണല്ലേ? അപ്പം ഗാർഡനിങ് ഒക്കെ ഇഷ്ടമില്ലാത്തവർ ആരാ ഉള്ളത്? അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, എല്ലാവരുടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മെസ്സേജ് അയക്കണം, എന്നാലേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. ഞാനും പുതിയ ചാനൽ തുടങ്ങിയതൊക്കെയല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ കുറച്ച് പരിമിതികളുണ്ട്, തെറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്